9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് ആണെന്ന്. സർവവും സൂര്യനാൽ. നമ്മുടെ എർത്തിൽ സണ്ണിന് അത്രയും സണ്ണാണ് ഏറ്റവും സോഴ്സ് കേട്ടോ, അൾട്ടിമേറ്റ് സോഴ്സ്. കാരണം സൂര്യനിൽ നിന്നാണ് നമുക്ക് എല്ലാ എനർജിയും, നമ്മുടെ എനർജി ഊർജ സ്രോതസ് തന്നെ എവിടെ നിന്നാണെന്ന് സൂര്യനാണ് എന്ന്. ഫസ്റ്റ് പേജിൽ 2 മാപ്പുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 2 മാപ്പ് നോക്കുക. 2 മാപ്പിൻ്റെ വ്യത്യാസം അതിലെന്താണ്? അതിൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അത് 2 ദിവസത്തെ ഇതാണെന്ന്. ഫസ്റ്റ് നമുക്ക് തരുന്നത് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ്, ഡിസംബർ 1 2015 ഡിസംബർ 1. ഇവിടെ പറയുന്നത് എന്താണ്? ജൂൺ 1. അപ്പോൾ 2 മാസങ്ങളിലാണ് കേട്ടോ. ഇത് ഡിസംബറിൽ, ഇത് ജൂണിലാണ്. പക്ഷെ ആദ്യത്തെ പടം ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് മാപ്പിൽ ഇന്ത്യയുടെ ടെമ്പറേച്ചർ നോക്കിയാൽ ഡിഫറെൻറ്റ് പ്ലേസസിൽ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ഫുള്ളായിട്ട് ഒരു ടെമ്പറേച്ചർ അല്ല. ഇന്ത്യ ഫുൾ ആയിട്ട് നമുക്ക് ഒരിക്കലും ഒരു ടെമ്പറേച്ചർ എന്ന് പറയാൻ പറ്റില്ല. ഡിഫറെൻറ്റ് പ്ലേസസിൽ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറാണ്. ഇനി നെക്സ്റ്റ് മാപ്പിലേക്ക് ഒന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ ഇവിടെ എത്രയാണ്? 18 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 25 ആണ്. രണ്ടും സെയിം ആണോ? ഒരേ പ്ലേസ് ആണ്. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് പ്ലേസിൽ എന്താണ് ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണ്. ഇനി ഡിഫറെൻറ്റ് ഡേറ്റ് വന്നു കഴിഞ്ഞാൽ, ടൈം ഡിഫറെൻ്റ് ആയി കഴിഞ്ഞാൽ, ഇത് ഡിസംബർ 1 ഇത് ജൂൺ 1 അപ്പോൾ ടൈം മാറി. പക്ഷെ പ്ലേസ് സെയിം ആണ് കേട്ടോ. പ്ലേസ് സെയിം ആണെങ്കിലും ടൈം ഡിഫറെൻ്റ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ടെമ്പറേച്ചർ വ്യത്യാസമായി. ഇത്രയേ ഉള്ളൂ ആ പടത്തിൽ നമുക്ക് ഇങ്ങനെയുള്ളൂ. 2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ ഫസ്റ്റ് ലൈനിൽ പറയുന്നത്. നോക്കാം, ഈ ലൈൻ അടയാളപ്പെടുത്തി വയ്ക്കുക. ടെമ്പറേച്ചർ വാരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്ലേസ് ആൻഡ് ടൈം. ഈ ഒറ്റ ലൈൻ ഇതിൽ പഠിക്കാനുള്ളൂ. ഈ മാപ്പിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തിയത് ടെമ്പറേച്ചർ വാരി ചെയ്യാണ്, വ്യത്യസ്തപ്പെടുകയാണ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്ലേസ് ആൻഡ് ദ ടൈം. ഇവിടെ എന്താണ്? പ്രദേശത്തിൻ്റെയും കാലത്തിൻ്റെയും വ്യത്യാസം അനുസരിച്ച് താപനിലയിൽ മാറ്റം ഉണ്ടാകണു എന്ന്. താപനിലയിൽ മാറ്റം ഉണ്ടാകുന്നത് എന്താണ്? പ്രദേശവും സമയവും. ഡിഫറെൻറ്റ് പ്ലേസസിൽ ആദ്യത്തെ പ്രദേശം പറഞ്ഞു എന്നുവെച്ചാൽ പല സ്ഥലങ്ങളിൽ അല്ലേ, വ്യത്യസ്തമല്ലേ. അതേപോലെ ടൈം ഒരേ സ്ഥലം തന്നെയാണെങ്കിലും ടൈം വ്യത്യാസമായി. ഇത് ഡിസംബറാണ്, ഇത് ജൂൺ മാസമാണ്. അപ്പോൾ ടൈം ഡിഫറെൻ്റ് ആയപ്പോഴും എന്ത് സംഭവിച്ചു? നമുക്ക് ടെമ്പറേച്ചറിൽ മാറ്റം വന്നു എന്ന്. ഇനി അടുത്ത പേജ്. അപ്പോൾ ഈ പേജിൽ ഈ ഒരു ഒറ്റ ലൈൻ പഠിച്ചാൽ മതി. ടെമ്പറേച്ചർ വാരി ചെയ്യുന്നത് അല്ലേ, ടൈം ആൻഡ് പ്ലേസിൽ വാരി ചെയ്യുന്നു. പ്രദേശവും സമയത്തിനും അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾക്കനുസരിച്ച് താപനിലയിൽ മാറ്റം ഉണ്ടാക്കുന്നു എന്ന്. ഇനി നെക്സ്റ്റ് പേജിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് പേജ് ഇവിടെ ഫസ്റ്റിൽ തുടങ്ങി നമുക്ക് തുടങ്ങണം കേട്ടോ. എന്താണ് ഇവിടെ പറഞ്ഞത്? ഫസ്റ്റിൽ തരുന്നത് ഇൻസൊലേഷൻ. വാട്ട് ഈസ് ഇൻസൊലേഷൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ഇൻസൊലേഷൻ? കണ്ടോ എല്ലാവരും? പറയുന്ന ചോദ്യങ്ങൾ അടയാളപ്പെടുത്തി വയ്ക്കുക. അപ്പോൾ അത് ശരിക്കും പഠിക്കുക കേട്ടോ. ഇവിടെ പറയുന്നത് സൺ ഈസ് ദ സോൾ സോഴ്സ് ഓഫ് ദ എനർജി ഫോർ എർത്ത്. എർത്തിൻ്റെ സോൾ സോഴ്സ് എന്താണ്? സണ്ണാണെന്ന്. സോളാർ എനർജി. രണ്ടാമത്തെ ലൈൻ ഇവിടെ തുടങ്ങി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പഠിക്കാനുള്ളൂ കേട്ടോ. ആദ്യത്തെ മനസ്സിലാക്കാനാണ്. നമ്മുടെ എർത്തിൻ്റെ സോൾ സോഴ്സ് ആരാണ്? ഇറ്റ് ഈസ് ദ സൺ. സോളാർ എനർജി റീച്ചസ് എർത്ത് ഇൻ ദ ഫോം ഓഫ് ദ ഷോർട്ട് വേവ്സ്. ഇവിടെ ഇത് ശ്രദ്ധിക്കുക കേട്ടോ. ഷോർട്ട് വേവ്സ് ആണ്. നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഭൗമ വികിരണത്തിൽ, ടെറസ്ട്രിയൽ റേഡിയേഷനിൽ ലോങ് വേവ്സ് വരുന്നുണ്ട്. അതിവിടെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇവിടെ സൂര്യനിൽ നിന്ന് എർത്തിലേക്ക് സോളാർ എനർജി വരുന്നത് എങ്ങനെയാണ്? ഷോർട്ട് വേവ്സ് ആയിട്ടാണ്. ദിസ് ഈസ് കോൾഡ് ഇൻസൊലേഷൻ. കിട്ടിയില്ലേ? ഇനി മലയാളം മീഡിയംകാർ നോക്കാം. ഇവിടെ സൂര്യൻ ഭൂമിയുടെ ഊർജ സ്രോതസ്, ഇത് ഫസ്റ്റ് ലൈൻ നമുക്ക് പറയാനും. പിന്നെ നമുക്ക് എന്താ പറയുന്നത്? ഇവിടെ നിന്നാണ് വരുന്നത് ഇൻസൊലേഷൻ. നമുക്ക് സൗരവികിരണം എന്ന് പറഞ്ഞാൽ ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ഇതിനെന്തെന്ന് പറയുന്നത്? സൗരവികിരണം എന്ന് പറയുന്നത്. കിട്ടിയില്ല എല്ലാവർക്കും? ഇനി അടുത്ത് നമുക്ക് പറയാൻ, ഇത് ഈ ലൈനും കൂടി ഒന്ന് മനസ്സിലാക്കണം. സൂര്യോദയം മുതൽ അസ്തമയം വരെ, എപ്പോൾ തുടങ്ങി എപ്പോൾ വരെയാണ്? സൂര്യോദയം മുതൽ അസ്തമയം വരെ നീളുന്ന ഈ ഊർജ പ്രവാഹത്തിനെയാണ് സൂര്യന് അഭിമുഖമായ ഭൗമോപരിതലം ചൂട് പിടിക്കുന്നത്. ഭൗമോപരിതലം ചൂട് പിടിക്കുന്നത് എപ്പോഴാണ്? സൂര്യോദയം തുടങ്ങി സൂര്യാസ്തമയം വരെയെന്ന്. സൂര്യന് ഭൗമോപരിതലത്തിൻ്റെ വിവിധ
പ്രക്രിയ. ഇവിടെ നമുക്കിവിടെ ഈ പ്രക്രിയകളാണ് നമുക്കിനി പഠിക്കാനായിട്ട് ഉള്ളത് എന്ന് നോക്കാം. ദ എർത്ത് സർഫസ്, ഇംഗ്ലീഷ് മീഡിയം ഇവിടെ നോക്കാം. The earth's surface facing the sun gets heated by this flow of the energy which begins with the sunrise and lasts till sunset. ആ ലൈനാണ് ഞാൻ പറഞ്ഞത്. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ, സൺറൈസ് തുടങ്ങി സൺസെറ്റ്. Heat is then transferred to the atmosphere from the surface of the earth through the various process. Which are the process? അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യനുള്ളൂ പഠിക്കാൻ, ഇൻസൊലേഷൻ, സൗരവികിരണം. പിന്നെ ഇത് 4 പഠിക്കാനുള്ളതാണ് കേട്ടോ. അതിൻ്റെ ചോദ്യം ഇതാണ്: ദ പ്രോസസ് ഓഫ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ നടക്കുന്ന താപവ്യാപന പ്രക്രിയകൾ 4 പേര് പഠിച്ചേ. ആദ്യം തന്നെ ആ പേരുകൾ പഠിക്കുക. എന്താണ്? ഫസ്റ്റ് വൺ കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ താപചാലനം. മലയാളം മീഡിയത്തിൽ വേണ്ട താപചാലനമാണ്. കൺവെക്ഷൻ എന്ന് വെച്ചാൽ സംവഹനം. ദെൻ അഡ്വെക്ഷൻ. അഡ്വെക്ഷൻ എന്ന് പറഞ്ഞാൽ അഭിവഹനം. പിന്നത്തെ ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൗമവികിരണം. ഈ 4 പഠിക്കണം നമുക്ക് നന്നായിട്ട് ബൈ ഹാർട്ടായിട്ട്. അപ്പോൾ ദ പ്രോസസ് ഓഫ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ്, നമ്മൾ പറഞ്ഞു സൂര്യനിൽ നിന്നാണ് നമുക്ക് ഹീറ്റ് കിട്ടുന്നത്. ആ ഹീറ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കിയേ. ഫസ്റ്റ് പടത്തിൽ തന്നിരിക്കുന്നത് നോക്കിയേ, കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ heat is transferred to that part of the atmosphere close to the hot surface of the earth. സൂര്യൻ ഇപ്പോൾ മുകളിൽ സൂര്യനാണെങ്കിൽ സൂര്യനിൽ നിന്ന് നേരെ ഭൂമിയിലേക്ക് ഷോർട്ട് വേവ്സ് ആയിട്ട് ഭൂമിയിലേക്ക്, ഭൂമിയുടെ ഉപരിതലത്തിലേക്ക്, സർഫസിലേക്ക് എന്ത് വരും? ഹീറ്റ് വരുന്നു. അത് നമ്മളിവിടെ പറഞ്ഞതാണ്. സൺറൈസ് തുടങ്ങി സൺസെറ്റ് വരെ, സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഇങ്ങനെ വേവ്സ് വന്ന് നമ്മുടെ ഭൂമിയുടെ സർഫസ്, എർത്തിൻ്റെ സർഫസ്, ഭൂമിയുടെ ഉപരിതലം ചൂടാവും. ഈ ചൂടായാൽ ഈ ചൂട് നേരെ പോകുന്നത് എവിടെയാണ് നോക്കിയേ? തൊട്ട് മുകളിലുള്ള അന്തരീക്ഷത്തിലേക്ക്. ഇപ്പം നമ്മുടെ ഇവിടെ ഗ്രൗണ്ടിൽ ചൂടായി കഴിഞ്ഞാൽ തൊട്ട് മുകളിലുള്ള അന്തരീക്ഷം എന്ത് സംഭവിക്കും? ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദാറ്റ് പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദ ഹോട്ട് സർഫസ് ഓഫ് ദ എർത്ത്. കിട്ടിയില്ലേ? അപ്പോൾ ആദ്യം എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഉപരിതലത്തിലുള്ള ഈ ചൂട്, ഹീറ്റ് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷത്തിലേക്ക് ചൂട് വരികയാണ്. മലയാളം മീഡിയത്തിൽ നോക്കാം, താപചാലനം. താപചാലനം എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ച ഭൗമോപരിതലത്തിലോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുകയാണ് ചെയ്യുന്നത്. അന്തരീക്ഷ ഭാഗത്തേക്ക് എവിടെ? ഭൗമോപരിതലത്തിൻ്റെ, ഭൂമിയുടെ ഉപരിതലം ഇവിടെ, അതിൻ്റെ തൊട്ട് മുകളിലുള്ള അന്തരീക്ഷത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ അത്? കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് നേരെ ചൂട് മുകളിലേക്ക് പോയി. ഇനി ഇവിടെ എത്തിയ ചൂടിന് എന്താ സംഭവിക്കണമെന്ന് നോക്കി. അടുത്തത് കൺവെക്ഷൻ, സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചൂടായ വായു, ഇവിടെ ചൂടായിട്ടില്ലേ, ഈ ചൂടായ വായു എന്ത് സംഭവിക്കും? വികസിച്ച് അങ്ങോട്ട് മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഉപരിതലത്തിൽ നിന്ന് നേരെ മുകളിലുള്ള അന്തരീക്ഷത്തിലേക്ക്, നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിലേക്ക് പകരും. അവിടെ നിന്ന് ഈ ചൂട് പിടിച്ചിങ്ങനെ നിൽക്കല്ലേ, അത് മുകളിലേക്ക് പോവാണ്. അതാണ് കൺവെക്ഷൻ. ഹീറ്റഡ് എയർ എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും, ആൻഡ് റൈസേഴ്സ് അപ്പ്. കിട്ടിയില്ലേ കൺവെക്ഷൻ? ദെൻ അടുത്തതാണ് അഡ്വെക്ഷൻ. അഡ്വെക്ഷൻ എന്ന് പറഞ്ഞാൽ അഭിവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിലെ താപം അങ്ങോട്ട് വ്യാപിക്കുകയാണ് എല്ലായിടത്തും. ഇവിടെ ഉണ്ടായിരുന്നത് ഇതെന്ത്? ഇവിടേക്ക് അങ്ങോട്ട് വ്യാപിക്കുകയാണ് തിരശ്ചീനമായിട്ട്. ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ദ ഹീറ്റ് ബൈ ദ വിൻഡ്. അപ്പോൾ ഇത് 3 എവിടെയാണ് നടക്കണമെന്ന് അറിയോ? നമ്മുടെ അന്തരീക്ഷത്തിൽ. കിട്ടിയോ? ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ. വെച്ചാൽ ഉപരിതലത്തിൽ ചൂടായി തൊട്ട് മുകളിലേക്ക് പോകും. അവിടെ നിന്ന് കുറച്ച് എന്ത് ചെയ്യും? നേരെ മുകളിലേക്ക് പോകാൻ നോക്കുകയാണ്. വികസിച്ച് അങ്ങോട്ട് മുകളിലേക്ക് വരും. കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് ഹൊറിസോണലായിട്ട് തിരശ്ചീനമായിട്ട് കാറ്റിലൂടെ പറന്ന് അവിടെയൊക്കെ എന്ത് സംഭവിക്കും? താപം, നല്ല ചൂടാവും. അന്തരീക്ഷം ഫുള്ള് ചൂടായി. ഇനി ലാസ്റ്റിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൗമവികിരണം. അത് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ? ഭൗമവികിരണം എന്താണെന്ന് നോക്കാം. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സ്പേസ് ഓഫ് ദ എർത്ത് ടു ദ ഔട്ടർ സ്പേസ്. നമ്മുടെ ഇവിടെ സ്പേസിലേക്ക് ഇവിടേക്ക് ഉയർന്നു അല്ലേ? ഇവിടെ ഉയർന്നത് ഔട്ടർ സ്പേസിലേക്ക് പോവുകയാണ്. ഇൻ ദ ഫോം ഓഫ് എ ലോങ് വേവ്സ്. ഞാനിവിടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു സൂര്യനിൽ നിന്ന് വരുന്നത് എങ്ങനെയാണ്? ഷോർട്ട് വേവ്സ് ആണ് വരുന്നത് അല്ലേ? ചെറിയ ഹ്രസ്വതരംഗങ്ങളാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് താപം മടങ്ങിപ്പോകുന്നത്? ദീർഘതരംഗ രൂപത്തിൽ വരുന്നത്. ഇൻസുലേഷനിൽ ഷോർട്ട് വേവ്സ് ആണെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷനിൽ, ഭൗമവികിരണത്തിൽ, സൗരവികിരണത്തിൽ ഹ്രസ്വതരംഗമാണെങ്കിൽ ഭൗമവികിരണത്തിൽ
എന്താണ് സംഭവിക്കുന്നത്? ദീർഘതരംഗ രൂപമാണ് എന്ന് കിട്ടിയില്ലേ? ലോങ് വേവ്സ്. ഇനി ഈ 4 തന്നെയാണ് ഇവിടെ ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരികയാണ്. നോക്കാം. കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് അഡ്വെക്ഷൻ ആർ കൺഫൈൻഡ് ടു ദ നിയർ അറ്റ്മോസ്ഫിയർ. ഇതാണ് നേരത്തെ പറഞ്ഞത് അല്ലേ? ഈ കണ്ടക്ഷനും കൺവെക്ഷൻ ആൻഡ് അഡ്വെക്ഷൻ ഇത് മൂന്നും നമ്മുടെ ഉപരിതലത്തിൻ്റെ, നമ്മുടെ ലാൻഡ്, ഭൂമി, അതിന് തൊട്ട് മുകളിൽ തന്നെ കിടന്ന് കറങ്ങുകയാണ്. പക്ഷെ ടെറസ്ട്രിയൽ റേഡിയേഷൻ അങ്ങനെയല്ല. The re-radiation of the energy from the surface of the earth back to the outer space in the form of the long waves is called terrestrial radiation. So what is called terrestrial radiation? ഇത് പഠിക്കണമെന്നില്ല, നമ്മൾ ഇത് പഠിച്ചാലും മതി കേട്ടോ. ഇത് തന്നെയാണ്, രണ്ടും സെയിം തന്നെയാണ്. ഔട്ടർ സർഫസിലേക്ക് ഇവിടുന്ന് എന്താ പറയുക, സൗരവികിരണത്തിൽ ഷോർട്ട് വേവ്സ് ആയിട്ട് വന്ന സൂര്യനിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇങ്ങനെ പോയി ഇനി എന്താണ് നേരെ വീണ്ടും മുകളിലേക്ക് തന്നെ ഔട്ടർ സ്പേസിലേക്ക് തന്നെ പോകുന്ന ആ പ്രവൃത്തിനെയാണ്, ആ പ്രോസസ്സിനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൗമവികിരണം. അപ്പോൾ കിട്ടിയില്ല? ഈ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? കണ്ടക്ഷൻ, the different process of the heat transfer in the atmosphere. അറ്റ്മോസ്ഫിയറിലേക്ക് എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണത്? 4 പ്രോസസ്സുകൾ കേട്ടോ. നമ്പർ ഇട്ട് പഠിക്കുക. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. കിട്ടിയോ? മലയാളം മീഡിയം കഥ. താപചാലനം, സംവഹനം, അഭിവഹനം, ഭൗമ്യ വികിരണം. പക്ഷെ അതിൽ ആദ്യത്തെ 3 അന്തരീക്ഷത്തിൽ തൊട്ട് മുകളിലാണ് നമ്മുടെ നടക്കുന്നത് എന്ന്. ഭൗമോപരിതലത്തിൽ നിന്ന് ദീർഘതരംഗ രൂപത്തിൽ ഊർജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യുന്നതിനെയാണ് ഭൗമ്യ വികിരണം, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഇനി അടുത്ത ഇതിലാണ് നമുക്കൊരു ടോപ്പിക്കും കൂടിയുണ്ട്, ഹീറ്റ് ബഡ്ജറ്റ്. അപ്പോൾ ഈ പേജിൽ 2 ക്വസ്റ്റ്യനും നമ്മൾ ഈ ടോപ്പിക്കിലുള്ള ഇൻസൊലേഷൻ എന്താണെന്നും പിന്നെ ദ പ്രോസസ് ഓഫ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അടുത്തതാണ് ഹീറ്റ് ബഡ്ജറ്റ്. ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊക്കെ അറിയാം അല്ലേ ബഡ്ജറ്റ്. നമ്മൾ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ബഡ്ജറ്റ് ചെയ്യുകയാണ്. എന്താ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? വരവ് ചെലവുകളുടെ തുലനത്തെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലേ? ദ ടേം ബഡ്ജറ്റ് ഇംപ്ലൈസ് ദ ബാലൻസ് ബിറ്റ്വീൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. എന്ത് തമ്മിലുള്ളതാണ്? ഇൻകവും എക്സ്പെൻഡിച്ചർ, വരവ് ചെലവ്, അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയാം. പക്ഷെ ഇവിടെ ഹീറ്റിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് തിരിച്ച് അങ്ങോട്ട് പോകുന്നത്, അതല്ലേ ഹീറ്റ് ബഡ്ജറ്റ് വരുന്നത്. ദ ടേം ബഡ്ജറ്റ് ഇംപ്ലൈസ് ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻസൊലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് കോൾഡ് ഹീറ്റ് ബഡ്ജറ്റ്. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് ഇതാണ്, വാട്ട് ഈസ് ഹീറ്റ് ബഡ്ജറ്റ്. എന്താ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? ദ ബാലൻസ് ബിറ്റ്വീൻ, എന്ത് തമ്മിലുള്ള ബാലൻസ് ആണ്? നമ്മൾ പറഞ്ഞു വരവും ചെലവും തമ്മിലുള്ള ബാലൻസ് ചെയ്യുന്നതാണ് ബഡ്ജറ്റ്. പക്ഷെ ഇവിടെ എന്തും വരവും ചെലവാ? ഇവിടെ ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻസൊലേഷൻ ആൻഡ് ദ ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലേ? മലയാളം മീഡിയത്തിൻ്റെ നോക്കാം. സൗരവികിരണവും പിന്നെന്താണ് ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനാവസ്ഥേനെയാണ് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ബഡ്ജറ്റ് എന്ന് ഫസ്റ്റ് ലൈനിൽ പറഞ്ഞിട്ട് വരവ് ചെലവ്. ഇനി ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗരവികിരണവും ഭൗമ്യ വികിരണം, ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു ബഡ്ജറ്റാണ് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ വരുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ചൂട്, നമ്മൾ എങ്ങനെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കണേ നോക്കാം. അന്തരീക്ഷത്തിൽ നിന്ന് ഭൗമ അന്തരീക്ഷത്തിൽ നിന്ന് പ്രവേശിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ ഇത് നമ്മൾ ഏകദേശം ഒരു 100 എന്ന് പറയുകയാണ്. നമ്മൾ വെറുതെ പറയുന്നതാണ് കേട്ടോ, നമുക്കറിയില്ല എത്രയാണ് വരുന്നത്. നമ്മളൊരു 100 യൂണിറ്റ് എനർജി അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇങ്ങോട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് വരികയാണെങ്കിൽ ഇൻസൊലേഷനിൽ കേട്ടോ, സൗരവികിരണത്തിലാണ് ഇൻസൊലേഷനിലാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 100 യൂണിറ്റ് വരുന്നുണ്ടെങ്കിൽ അതിൽ 35 യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പോവും. 35 യൂണിറ്റ് ഇവിടെ പോവാണ്, അത് താഴേക്ക് എത്തണേ ഇല്ല. 35 യൂണിറ്റ് അന്തരീക്ഷത്തിൽ പ്രതിഫലിക്കുകയാണ്, ഈ അന്തരീക്ഷത്തിൽ തന്നെ പ്രതിഫലിച്ച് പോകും. ബാക്കിയുള്ളത് എത്രയാണ്? 100ൽ നിന്ന് 35 പോയാൽ ബാക്കി 65. ഈ 65 ഭൂമിയിലേക്ക് വരുന്നത്. ഈ ഭൂമിയിലേക്ക് വരുന്ന 65ഉം ഭൂമിയിൽ നിന്ന് തിരിച്ച് ഔട്ടർ സ്പേസിലേക്ക് പോകുന്നു. അതാണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹീറ്റ് ബഡ്ജറ്റിൽ എന്താ സംഭവിക്കുന്നത്? അന്തരീക്ഷത ഇവിടെ അടുത്തതിൽ നമുക്ക് അടുത്ത പേജ് എടുക്കാം. അടുത്ത പേജിൽ ശരിക്കും നമുക്ക് ടേബിളായിട്ട് തന്നിട്ടുണ്ട്. എന്താണ് എത്രയാണ് നമ്മളിത് ഏകദേശമാണ് പറയുന്നത് കേട്ടോ, ഒരു റൗണ്ട് ഫിഗറാണ്. 100 യൂണിറ്റ് ആണ് വരണമെങ്കിൽ, അല്ലാതെ 100 യൂണിറ്റ് ആണെന്നല്ല പറയുന്നത്.
നമ്മളൊരു ആവറേജ് 100 യൂണിറ്റ് വരുന്നുണ്ടെങ്കിൽ അതിലെ 35 യൂണിറ്റ് എന്താണ് എമൗണ്ട് ഓഫ് എനർജി റിഫ്ലക്റ്റഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദ എർത്ത് സർഫേസ്, അന്തരീക്ഷത്തിലും ഭൗമോപരിതലത്തിലും തട്ടി പ്രതിഫലിച്ചു പോകുന്ന ഊർജത്തിൻ്റെ അളവ് എത്രയാണെന്ന് 35 യൂണിറ്റ്. അപ്പോൾ 100-ൽ നിന്ന് 35 പോയാൽ ബാക്കി 65. ഇതെങ്ങനെയാണ് വരണ്ടേ നോക്കാം. 65 എനർജി റീച്ചിങ് ദ എർത്ത് സർഫസ്, എർത്തിൻ്റെ സർഫസിലേക്ക് ഭൗമോപരിതലത്തിൽ എത്തുന്നത് എത്രയാണ്? 51 യൂണിറ്റ് എത്തും. അത് കഴിഞ്ഞ് അന്തരീക്ഷത്തിൽ ഭൗമോപരിതലത്തിലേക്ക് ഇങ്ങോട്ട് എത്തും. അന്തരീക്ഷത്തിൽ എത്ര നിൽക്കും? 14 യൂണിറ്റ് അന്തരീക്ഷത്തിൽ നിൽക്കും. അപ്പോൾ ആകെ എത്രയായി നോക്കി? 51-ഉം 14. ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എനർജി റീച്ചിങ് ദ എർത്ത് സർഫസ് 51 ആണ്. എനർജി ഹെൽഡ് അറ്റ് ദ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ പിടിച്ചു നിർത്തും എത്ര? 14 യൂണിറ്റ്. 14 യൂണിറ്റ് അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം അവിടെ തങ്ങി നിൽക്കും. എന്നിട്ട് ബാക്കി 51 യൂണിറ്റ് ആണ് താഴേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 51-ഉം 14-ഉം 65 യൂണിറ്റ് വന്നു അല്ലേ? ഈ 65 യൂണിറ്റ് ഇത് ഇൻസുലേഷനിലാണ് വരുന്നത് അല്ലേ? ഇൻസുലേഷൻ സൗരവികിരണത്തിൽ ഇറങ്ങി വരുമ്പോൾ എനർജി ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ നമ്മൾ പറയും ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഈ 65 യൂണിറ്റ് വന്നാൽ 65 യൂണിറ്റ് മുകളിലേക്ക് പോവും. ഇനി അതാണ് ഇവിടെ പറയുന്നത് ഡയറക്റ്റ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ട് ഭൗമ വികിരണം എത്ര യൂണിറ്റ് ഉണ്ട്? 17 യൂണിറ്റ് ആണെങ്കിൽ റേഡിയേഷൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ, നേരെ ഭൗമവികിരണം ടെറസ്ട്രിയൽ റേഡിയേഷൻ നമ്മൾ നേരത്തെ എന്താണെന്ന് പഠിച്ചതാണ് അല്ലേ? നേരെ ലോങ് വേവ്സ് ആയിട്ട് മുകളിലേക്ക് പോകുന്നത് 17 യൂണിറ്റ് പോവും. ഇനി അറ്റ്മോസ്ഫിയറിൽ എന്താണ് റേഡിയേഷൻ ഫ്രം അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുക്കുന്നത് എത്രയാണ്? 48. അന്തരീക്ഷത്തിൽ നിന്നുള്ള വികിരണം നടക്കുന്നത് 48 യൂണിറ്റ് ആണ്. അപ്പോൾ 17-ഉം 48 കൂടി കൂട്ടുക, എത്ര കിട്ടി? ടോട്ടൽ എനർജി റേഡിയേറ്റഡ് ബാക്ക് ഫ്രം എർത്ത് സർഫസ് ആൻഡ് അറ്റ്മോസ്ഫിയർ. എർത്തിൻ്റെ സർഫസിൽ നിന്നും ഭൗമോപരിതലവും അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ ഊർജ്ജം എത്രയാണ്? 48 + 17. അപ്പോൾ എത്ര കിട്ടി? 65. അപ്പോൾ നമുക്ക് 100 യൂണിറ്റാണ് വരണമെങ്കിൽ എത്ര യൂണിറ്റ് ആണ് നമ്മൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്? 14 യൂണിറ്റ് അന്തരീക്ഷത്തിൽ നിൽക്കും, ബാക്കി 51 ഭൂമിയിലെ സർഫസിലേക്ക് എത്തും. അങ്ങനെ ടോട്ടൽ 65 ഭൂമിയിലേക്ക് എത്തി. തിരിച്ച് ഈ 65 നേരെ പോകണ്ടേ? 65 പോകുന്നത് ഡയറക്റ്റ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ആയിട്ട് ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ടുള്ള ഭൗമവികിരണം 17 യൂണിറ്റും അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള അന്തരീക്ഷത്തിൽ നിന്നുള്ള വികിരണം റേഡിയേഷൻ നടക്കുന്ന 48 യൂണിറ്റും, അങ്ങനെ 65 യൂണിറ്റ് ചെയ്യാണ്. ഇനി അടുത്തൊരു ലൈൻ നോക്കാം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി ഇവിടെ ഹീറ്റ് ബാലൻസിങ് നടക്കുന്നുണ്ടെന്നല്ലേ. ദ എൻറ്റയർ എനർജി reaching the earth's surface is returned to the outer space through the various means. Through this heat balancing process termed as heat budget. അപ്പോൾ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ബാലൻസിങ് പ്രോസസ് ആണ്. ദ സർഫസ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് ഈസ് കെപ്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കുമെന്ന്. ഹീറ്റ് ബഡ്ജറ്റ് എന്ന ദൈനംദിന താപസന്തുലന പ്രക്രിയയിലൂടെയാണ് ഭൗമോപരിതലം താപം സന്തുലിതമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഭൗമോപരിതലത്തിലുള്ള താപം സന്തുലിതമായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഏതുകൊണ്ടാണ്? ഹീറ്റ് ബഡ്ജറ്റ് എന്ന ദൈനംദിന താപസന്തുലന പ്രക്രിയ. ദ ഹീറ്റ് ബാലൻസിങ് പ്രോസസ് ഇവിടെ നിന്ന് പഠിക്കണം കേട്ടോ. ദ ഹീറ്റ് ബാലൻസിങ് പ്രോസസ് ടേംഡ് ആസ് ഹീറ്റ് ബഡ്ജറ്റ്. ദ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ഈസ് കെപ്റ്റ് ബാലൻസ്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദർ വാസ് നോ ഹീറ്റ് ബാലൻസിങ് പ്രോസസ്? അത് നമുക്ക് പഠിക്കാനുള്ളതല്ല, ഒന്ന് മനസ്സിലാക്കേ വേണ്ടൂ. വാട്ട് വുഡ് ഹാപ്പൻ? അത് ഇൻഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. വാട്ട് വുഡ് ഹാപ്പൻ if there was no heat balancing process? സൂര്യനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുള്ളൂ, അങ്ങോട്ട് പോകണില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ളത് ഫുൾ അങ്ങോട്ട് പോകുന്നുള്ളൂ, ഇവിടെ ഒന്നുമില്ല വരുന്നില്ലെങ്കിൽ അവിടെ ബാലൻസിങ് ഇല്ലാണ്ടാവും അല്ലേ? ഈ ബാലൻസ് ഇല്ലാണ്ടായാൽ എന്ത് സംഭവിക്കും? വരണ ചൂട് മുഴുവൻ പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡേ ടൈം ഭയങ്കര ഹോട്ടാവും അല്ലേ? ഇനി രാത്രി അതുപോലെ തന്നെ എന്ത് സംഭവിക്കാം? ദ നൈറ്റ് വുഡ് ബിക്കം വെരി കോൾഡ് ആവുകയും ചെയ്യുമെന്ന്. അപ്പോൾ സൗരവികിരണം ഹീറ്റ് ബാലൻസിങ് നടന്നില്ലെങ്കിൽ, അവിടെ ഹീറ്റ് ബഡ്ജറ്റ് നടന്നില്ലെങ്കിൽ, താപസന്തുലന പ്രക്രിയ ഹീറ്റ് ബഡ്ജറ്റ് നടന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക? പകല് നല്ല ചൂടും രാത്രി നല്ല തണുപ്പും. നമുക്ക് ഒരിക്കലും ഒരു ബാലൻസിങ് ഉണ്ടാവില്ല. ഇത് പകലിൻ്റെ ചൂടിനെ വലിച്ചെടുത്ത് രാത്രിയിലെ തണുവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളതാണ് ടെമ്പറേച്ചർ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇൻസൊലേഷൻ എന്താണെന്ന് പഠിക്കണം, പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ
പ്രോസസ്. എങ്ങനെയൊക്കെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്? 4 പറഞ്ഞില്ലേ? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്താണെന്ന്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഹീറ്റ് ബഡ്ജറ്റ്? ഹീറ്റ് ബഡ്ജറ്റ് എന്താണെന്ന്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഹീറ്റ് ബാലൻസിങ് പ്രോസസ്സാണ്. ഹീറ്റ് ബഡ്ജറ്റിലുള്ള ഹീറ്റ് ബാലൻസിങ് പ്രോസസ്സ് കൊണ്ടാണ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എർത്തിൻ്റെ ടെമ്പറേച്ചർ തന്നെ കെപ്റ്റ് ബാലൻസ്. പിന്നെ ഇത് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതാണ് കേട്ടോ. ഇങ്ങോട്ട് വരുന്നത് സൗരവികിരണത്തിൽ ഇൻസുലേഷനിൽ 65 യൂണിറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്, തിരിച്ചും 65 യൂണിറ്റ് പോകുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ഈ നമ്പേഴ്സ് പഠിക്കണം കേട്ടോ. 51 യൂണിറ്റ്സ് എർത്തിൻ്റെ സർഫസിൽ, അറ്റ്മോസ്ഫിയറിൽ 14, അങ്ങനെയാണ് 65. ഇവിടെ തിരിച്ചു പോകുന്നത് ഡയറക്റ്റ് ടെറസ്ട്രിയൽ റേഡിയേഷൻ, നേരിട്ടുള്ള ഭൗമോപരിതത്തിൽ നേരിട്ടുള്ള ഭൗമവികിരണം 17 ആണെങ്കിൽ റേഡിയേഷൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ 48 ആണ്. അങ്ങനെ 68 ആണെന്ന്. അപ്പോൾ നമ്മുടെ ഈ ടോപ്പിക് അവസാനിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടെമ്പറേച്ചർ എന്ന ടോപ്പിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ.